ഹലോ മക്കളെ, ജാസ്മിൻ ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. BHU എന്നറിയപ്പെടുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് ഉള്ളത്, എന്തൊക്കെയാണ് എലിജിബിലിറ്റീസ്, നിങ്ങളുടെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ മോഡ്സിലൂടെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാം എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കാണാം. അതേപോലെ തന്നെ നമ്മുടെ CUET-നെ കുറിച്ച് നെക്സ്റ്റ് അപ്ഡേറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ CUET-യുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേഷനും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അതായത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം കുറേ തെറ്റുകളുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഫൈനൽ ആൻസർ കീ റിലീസ് ചെയ്യേണ്ടതാണ്. 2 to 3 ഡേയ്സ് ആണ് മാക്സിമം അവർ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യാൻ വേണ്ടി എടുക്കുക. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഈ വീക്കിൽ വരുമെങ്കിൽ, ഈ കഴിഞ്ഞ വീക്കിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. നെക്സ്റ്റ് റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാളെ വരുമെന്നാണ് എന്ത് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ചും എന്ത് ചെയ്തിട്ടില്ല, ഒരു അപ്ഡേറ്റും അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇല്ല. അതുകൊണ്ട് തന്നെ നാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസൾട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്തെന്നാൽ ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഓൾസോ റീടെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. റീടെസ്റ്റ് നടന്നതുകൊണ്ട് തന്നെ ഇനിയും കുറച്ചുകൂടെ വൈകാനുള്ള ചാൻസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് വരാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ നോട്ടീസാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഈ അഡ്മിഷൻ വിളിച്ചിരിക്കുന്നത് നമ്മുടെ 20-ാം തീയതി, അതായത് ഇന്നലെയാണ് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ സീറ്റിലോട്ടും, അഗ്രികൾച്ചറിലെ മെയിൻ ക്യാമ്പസ് ഒഴികെയുള്ള ബാക്കി എല്ലാ സീറ്റുകളിലോട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തുള്ളൂ, സീറ്റ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ മെയിൻ ക്യാമ്പസ് എക്സെപ്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഈ മെയിൻ ക്യാമ്പസിലോട്ട് നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ ലഭിക്കാം? ഈ മെയിൻ ക്യാമ്പസിലോട്ട് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ICR വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണിച്ചു തരാം. അതേപോലെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ, അഥവാ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളോട്ട് ആദ്യമായി തന്നെ എത്തിക്കാൻ വേണ്ടി, നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്രചോദനം ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഞങ്ങളുടെ എഫേർട്സിന് വേണ്ടി ഒരു ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും തരണം. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നിങ്ങളുടെ കാണാൻ കഴിയുന്ന പോലെ bhu.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ അഡ്മിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇത് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത്. അവിടെ താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, UG രജിസ്ട്രേഷൻ കം കൗൺസിലിംഗ് 2024 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് സർട്ടൺ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. നിങ്ങൾ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പേ ജസ്റ്റ് ഇതെല്ലാം വായിച്ചു വെച്ചേക്കാം. എങ്കിലും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, ഇതിലോട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യണമെന്നാണ്. ഈ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ ഇവിടെ കാണാം. ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫർദർ അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, തുടർന്ന് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് വേറെ ചില കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങളും മറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബ്രൗഷറുണ്ട്. CUET-യുടെ ബ്രൗഷറും അതേപോലെ തന്നെ BHU-യുടെ ബ്രൗഷറും ഉണ്ട്. ഇതിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളും മറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാൻ പറ്റും. ഏജിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഏജ് ലിമിറ്റ് 22 ഇയേഴ്സ് സംതിങ് ആണ്. അതും ജൂലൈയിൽ 22 ആകരുത്. മീൻസ് ജൂലൈയിലുള്ളിൽ 22 ആ റേഞ്ചിലായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. ഓൾസോ നിങ്ങളിവിടെ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ സീറ്റ് ലഭിക്കണമെങ്കിൽ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടിയിരിക്കുന്നു. ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ OBC, ഓൾസോ അൺറിസർവ്ഡ് കാറ്റഗറി EWSകാർക്ക് 500 റുപ്പീസും SC/STക്കാർക്ക് എന്ത് ചെയ്യണം, 250 റുപ്പീസുമാണ് എന്ത് ചെയ്യേണ്ടത്, അടയ്ക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ +2 10th +2 നിങ്ങൾ എന്ത് ചെയ്യുക, ആ സബ്ജക്ട്സ് ആയിരിക്കണം നിങ്ങൾ എഴുതിയിരിക്കേണ്ടതും. അതേപോലെ അവർ പറയുന്ന ഈ സബ്ജക്ട്സ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം എഴുതുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അഗ്രികൾച്ചർ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം. അതേപോലെ എഞ്ചിനീയറിംഗ് ടൈപ്പ് ഓഫ് BTech കോഴ്സുകളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സും എഴുതിയിരിക്കണം. അതാണ് അവർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആ സബ്ജക്ട്സ് നിങ്ങൾ +2-ൽ പഠിച്ചിട്ടും ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. രജിസ്ട്രേഷൻ വിൻഡോ നിങ്ങൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ
CET ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ CETൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓൾസോ ക്യാപ്ചയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു വിൻഡോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. SC ST-കാർക്കെല്ലാം 250 മാത്രമേ ഉള്ളൂ. മറ്റ് ബാക്കിയുള്ള കാറ്റഗറീസുകാർക്കാണെങ്കിൽ 500 റുപ്പീസ് ഉണ്ട്. ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ NTA-ക്ക്, അതായത് CVT രജിസ്റ്റർ ചെയ്ത സമയത്ത് അവിടെ കൊടുത്ത അതേ സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കാം. ഓൾസോ നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ഇനിയും നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മുടെ കൗൺസിലിങ്ങിനെ കുറിച്ച് ബ്രീഫായിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ, ലാസ്റ്റ് ഇയർ മാത്രമായിരുന്നു നമുക്ക് എന്ത് ചെയ്യും 580+ നമുക്ക് എന്ത് ചെയ്യാൻ റിസൾട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 580+ സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ അലൈഡ് കോഴ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേഴ്സണൽ കൗൺസിലിംഗ് നമ്മൾ ഈ വട്ടം കോളേജ് തൊട്ട്, അതായത് നമ്മുടെ കൗൺസിലിംഗ് തൊട്ട് കോളേജ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന് മറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ICRM കോഴ്സ് വൈസ് പ്രിഫറൻസ് ഷീറ്റ്, അതായത് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് ഐഡിയാസ് ഇല്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിഷമിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തുകൊള്ളുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ബാക്കി നമ്മൾ പറയുന്ന ഡോക്യുമെൻസും കാര്യങ്ങളും മാത്രം നിങ്ങൾ റെഡിയാക്കി തന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ICR അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു തരും. ഓക്കെ, ഓൾസോ നിങ്ങൾ പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഇതേപോലെ, ഇപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വിളിച്ചതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സെപ്പറേറ്റ് കൗൺസിലിംഗ്സ് വിളിക്കുന്നുണ്ട്. ഇതിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ആദ്യം തന്നെ നിങ്ങളുടെ ഈ നിങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഈ കൗൺസിലിംഗ് നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ പല യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന സീനിയേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും. പിന്നെ കംപ്ലീറ്റ് ഗൈഡൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അഡ്മിഷന് ശേഷമുള്ള ഗൈഡൻസും ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുമിച്ച് ഒരു CET എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിനകത്ത് വരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും പരസ്പരം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ 299 റുപ്പീസ് GPay ചെയ്യുക. ആൻഡ് സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. ഓൾസോ നിങ്ങൾ എടുക്കേണ്ട ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ അയച്ചു തരും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ റെഡിയാക്കി വെക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് വരുന്നത്. ഇതിൽ FMC എന്ന് പറയുന്നതാണ് നമ്മൾ മെയിൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. മെയിൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലോട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ICR വഴി പോവുക. ICR വഴി അവിടെ പോകാൻ പറ്റത്തുള്ളൂ. ബാക്കി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതായത് രാജീവ് ഗാന്ധി സൗത്ത് ക്യാമ്പസ് ഉണ്ട്. സൗത്ത് ക്യാമ്പസിലോട്ട് നിങ്ങൾക്ക് CUT വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. പിന്നെ BTech കോഴ്സുകൾ, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, CUT വഴിയാണ് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബാക്കിയുള്ള കോഴ്സുകളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. അപ്പോൾ ഇതേപോലത്തെ വേറെ ഏതെങ്കിലും കോഴ്സുകളാണ് നിങ്ങൾ താല്പര്യമുള്ളതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ മെത്തേഡിലൂടെ, ഇതേ രജിസ്ട്രേഷനിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പോകുന്നത്. ബാക്കി അങ്ങോട്ട് ഫർദർ ചോയ്സ് ഫില്ലിംഗ് കാര്യങ്ങളും ഇവിടെയും നിൽക്കുന്നുണ്ട്. ഈ ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണ്, നമ്മുടെ CET റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം മതി. ഫർദർ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം ചെയ്യേണ്ടത് CET റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഓക്കെ, ആ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിലോ നമ്മുടെ കൗൺസിലിംഗിൽ ചേർന്നിട്ട് അവിടെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.